കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ പയ്യോളി നഗരസഭയിലെ ചരിത്രപ്രസിദ്ധമായ ഇരിങ്ങൽ കോട്ടക്കൽ പ്രദേശത്താണ് ഇരിങ്ങൽ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് NQAS 2021-22 വർഷത്തെ അവാർഡ് നേടി തിളക്കമാർന്ന നേട്ടം കൈവരിച്ച് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം. ആയിരത്തി 1973 ഫിഷറീസ് ഡിസ്പെൻസറിയായി ആതുര സേവനം തുടങ്ങിയ സ്ഥാപനം 1995 പ്രൈമറി ഹെൽത്ത് സെന്ററായി മാറുകയും 2018 കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തു. 2018 നവംബർ 24 ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി NQAS അവാർഡ് നേടി. തീരദേശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസേന നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട്. 3 ഡോക്ടർമാരും 3 സ്റ്റാഫ് നഴ്സും 2 ഫാർമസിസ്റ്റും 2 ലാബ് ടെക്നീഷ്യന്മാരും 1 നഴ്സിംഗ് അസിസ്റ്റന്റും ക്ലീനിംഗ് സ്റ്റാഫുമുണ്ട്. കൂടാതെ പൊതുജനാരോഗ്യ വിഭാഗത്തിൽ 1 ഹെൽത്ത് ഇൻസ്പെക്ടർ, 5 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, മാതൃശിശു സംരക്ഷണ വിഭാഗത്തിൽ 2 പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, 8 ജൂനിയർ പബ്ലിക് നഴ്സുമാർ എന്നിവരും സേവനമനുഷ്ഠിക്കുന്നു. ഇതിനു പുറമെ പാലിയേറ്റീവ് പരിചരണ വിഭാഗം, ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. തീരദേശ വികസന കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം ആധുനിക സജ്ജീകരണത്തോടുകൂടിയ ഫാർമസി, ലാബ്, ഒബ്സർവേഷൻ റൂം, നഴ്സിംഗ് സ്റ്റേഷൻ, ഇമ്മ്യൂണൈസേഷൻ റൂം, കോൺഫറൻസ് ഹാൾ, ഓഫീസ്, IUD റൂം എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. OP പ്രവർത്തനത്തോടൊപ്പം പയ്യോളി നഗരസഭയിലെ 36 വാർഡുകളിലേക്ക് 8 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, മാതൃശിശു സംരക്ഷണം, ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇരിങ്ങൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ നടന്നുവരുന്നു. 3 MLSP നഴ്സ്, 41 ആശാവർക്കർമാർ എന്നിവരും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു. നഗരസഭാ ഭരണസമിതിയുടെയും HMC മെമ്പർമാരുടെയും നാട്ടുകാരുടെയും FHSCയിലെ സ്റ്റാഫുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2023 മാർച്ച് 24 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മെഡിക്കൽ ഓഫീസർ, FHSC സ്റ്റാഫ് എന്നിവർ ചേർന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. പയ്യോളിക്കാരുന്ന് ഏറെ സന്തോഷത്തിലാണ്. കാരണം പയ്യോളി കോട്ടക്കൽ ഫാമിലി ഹെൽത്ത് സെന്ററിന് ദേശീയ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങൾക്കും ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആശുപത്രിയുടെ പ്രവർത്തനവും അനുബന്ധ ജീവനക്കാരുടെ പ്രവർത്തനമൊക്കെ നടന്നു വരുന്നത്. 1973 ഫിഷറീസ് ഡിസ്പെൻസറിയായി പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ കോട്ടക്കലെ ആശുപത്രി പിന്നീട് 1995 പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കുകയും അതിനുശേഷം 2018 ഫാമിലി ഹെൽത്ത് സെന്ററായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലകളിലെ ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ദേശീയ അംഗീകാരം കിട്ടിയ ഈ ഒരു വേളയിൽ അതിന്റെ പ്രവർത്തനത്തിൽ ഏകദേശം 3 ഡോക്ടർമാർ, സ്ഥിരം ഡോക്ടർമാർ അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതിൽ 2 ഫാർമസിസ്റ്റും 1 നഴ്സിംഗ് അസിസ്റ്റന്റും 1 ക്ലീനിംഗ് സ്റ്റാഫും, ആരോഗ്യ പ്രവർത്തകരായ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ 5 JHIമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, അതുപോലെ തന്നെ മാതൃശിശു സംരക്ഷണത്തിനായി 1 ഹെൽത്ത് നഴ്സ്, 8 ജൂനിയർ ഹെൽത്ത് നഴ്സുമാർ ഒക്കെ ഈ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 41 ആശാവർക്കർമാരും അതുപോലെ തന്നെ കൂടാതെ ഒരു പാലിയേറ്റീവ് യൂണിറ്റും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനമാണ് പയ്യോളിയിൽ കോട്ടക്കൽ FHSCയിലൂടെ നടക്കുന്നത്.
ഇപ്പോൾ അടുത്ത കാലത്തായി പാലിയേറ്റീവ് രംഗത്ത് ഏറെ പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി യൂണിറ്റും തുടങ്ങിയതോടുകൂടി അത്തരം ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 1-2 വർഷത്തോളമായി കോവിഡ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിൽ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരൊക്കെ തന്നെ വഹിച്ച പങ്ക് ഏറെ വിലമതിക്കുന്നതാണ്. കാരണം കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിനെ അതിജീവിക്കുകയും അതിനുശേഷം മറ്റ് പകർച്ചവ്യാധികളൊന്നും ഇല്ലാത്ത രീതിയിൽ ആരോഗ്യ പ്രവർത്തനം അവിടുത്തെ ജീവനക്കാരിൽ നിന്നും അവിടുത്തെ ആശാവർക്കർമാരിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശുചിത്വ രംഗത്ത് ഏറെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് മാലിന്യ സംസ്കരണമായാലും അതുപോലെ തന്നെ ശുചിത്വ ബോധവൽക്കരണമൊക്കെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നടന്നു വരികയാണ്. മറ്റ് ഉത്സവങ്ങൾ, ആഘോഷ പരിപാടികൾ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ തന്നെ കൃത്യമായ മേൽനോട്ടത്തിൽ, ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ മേൽനോട്ടത്തിൽ വളരെ നല്ല രീതിയിൽ ജനങ്ങളെ വളരെ നല്ല രീതിയിൽ സേവിക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ തന്നെ ഈ കോട്ടക്കൽ ആശുപത്രിയിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരായ വൈസ് ചെയർപേഴ്സൺ CP ഫാത്തിമ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK അബ്ദുറഹ്മാൻ, അവിടുത്തെ കൌൺസിലർ സുജല, മറ്റ് ഇവിടുത്തെ കൌൺസിൽ അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ തന്നെ സദാസമയം ആ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു NQSന്റെ അംഗീകാരത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവിടുത്തെ ഡോക്ടർമാർ വഹിച്ച പങ്ക്, നിലവിലുള്ള ഡോക്ടർ, അതുപോലെ തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു പോയ ഡോക്ടർമാർ, അവിടുത്തെ ജീവനക്കാർ, ഇവരൊക്കെ തന്നെ നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ HMC അംഗങ്ങൾ എല്ലാവരും, HMCയിലെ മുഴുവൻ അംഗങ്ങളും നമ്മുടെ ഈ ഒരു ദേശീയ അംഗീകാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതാണ്. അവരോടുള്ള കടപ്പാട് കൂടി അറിയിക്കുകയാണ്. ഈ ഒരു അംഗീകാരത്തിന്റെ നിമിഷത്തിൽ എന്നും കടപ്പാടുള്ളത് പയ്യോളിയിലെ മുഴുവൻ സമൂഹത്തോടാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ, നേഴ്സ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, JHIമാർ, ആശാവർക്കർമാർ, നമ്മുടെ HMC അംഗങ്ങൾ, അവിടുത്തെ അഭ്യുതകാംക്ഷികൾ, കൌൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഇവരോടൊക്കെ തന്നെ നല്ല കടപ്പാട് അറിയിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഏറ്റവും നല്ല വൃത്തിയും വെടുപ്പോടുകൂടിയാണ് ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വരുന്നിരിക്കുന്ന ആളുകൾക്ക് തന്നെ യഥാസമയം അവർക്ക് വേണ്ട മെച്ചപ്പെട്ട സേവനങ്ങൾ ചെയ്യുന്നതിൽ അവിടുത്തെ ജീവനക്കാർ വഹിക്കുന്ന പങ്ക് ഏറെ വിലമതിക്കുന്നതാണ്. അവിടെ മുഴുവൻ സൗകര്യങ്ങളും ഒരു രോഗിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫാർമസിയിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. യഥാസമയം മരുന്നുകൾ വിതരണം ചെയ്യുന്നതിൽ നമ്മൾ കൃത്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. പദ്ധതി നിർവ്വഹണത്തിന്റെ ഭാഗമായി ഒരു വലിയ തുക അവിടുത്തെ ഫാർമസിയിലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമായി മുനിസിപ്പാലിറ്റി നീക്കിവെക്കുന്നുണ്ട്. അവിടെ തന്നെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ മുനിസിപ്പാലിറ്റി വ്യക്തമായ ഫണ്ടുകൾ ഞങ്ങൾ നീക്കിവെക്കുന്നുണ്ട്. പാലിയേറ്റീവ് രംഗത്ത് ബഹുമാനപ്പെട്ട MLA തന്ന വാഹനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷം പദ്ധതി നിർവ്വഹണത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട MP അതിന്റെ ചുറ്റുമതിൽ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ പ്ലാനിംഗ് ഓഫീസർ, സെക്രട്ടറി, അതുപോലെ തന്നെ മുഴുവൻ ജീവനക്കാർ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ ആശുപത്രിയുടെ മുഴുവൻ സഹകരണത്തിലും അവർ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു അംഗീകാരത്തിന്റെ നിറവിൽ ഒരിക്കൽ കൂടി പയ്യോളിയിലെ പൊതുസമൂഹത്തോടും അവിടുത്തെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് സഹകരണങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ജനങ്ങളെ സഹകരണമാണ് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യമായ പങ്ക്. പൊതുജന സേവനം മുൻനിർത്തിക്കൊണ്ട് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ എന്നും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഞങ്ങളും ഒരുമിച്ച് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ ഈ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. ഇന്ന് കിട്ടിയത് ദേശീയ അംഗീകാരമാണ്. ഇന്ത്യയിൽ തന്നെ എടുത്തു പറയത്തക്ക ആശുപത്രികളിൽ ഒന്നായി മാറാൻ നമ്മുടെ ആശുപത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനയ്ക്ക് വന്ന ഉത്തരേന്ത്യയിലുള്ള ജീവനക്കാരൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും അതുപോലെ തന്നെ ജീവനക്കാരെയൊക്കെ തന്നെ അവരെ ഇന്റർവ്യൂ ചെയ്ത് അവരെ ക്വാളിറ്റി എല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് നമുക്ക് ഈ അംഗീകാരം കിട്ടിയത് എന്നുള്ളൊരു സന്തോഷം കൂടി നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.